എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതെ, അതുകൊണ്ട് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് എൻ്റെ ടാസ്ക്. സീരിയസ്ലി. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ക്യാമറയിലേക്കാണോ നോക്കേണ്ടത്? ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഇന്നാട്ടിൽ ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞാൻ പണ്ടുണ്ട്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. രമേശിന്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. പക്കാ പ്ലാൻഡ് ആണല്ലോ. നിങ്ങളുടെ ടാലന്റ് കണ്ട അന്നേ ഞാൻ ഫാനായി പോയെന്നേ. ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ക്യാമറമാന്റെ ടെക്നിക്ക് തരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എടുത്ത ഫോട്ടോ കൊണ്ട് ഇത്തവണത്തെ കാർഷിക മേളയിലെ ഫോട്ടോഗ്രാഫികൾ അവാർഡ് ഞാൻ അടിച്ചെടുക്കും. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. മഞ്ഞിൻ തണുപ്പും സമാധാനത്തിന്റെ സദ്വാർത്തയുമായി ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെയും സഞ്ചാരി എന്റർടൈൻമെന്റിന്റെയും ക്രിസ്തുമസ് ആശംസകൾ.